നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്ത് ആവർത്തിച്ച് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. പ്രോമിസറി നോട്ട് എന്താണ്? പ്രോമിസറി നോട്ടിൻ്റെ പരിഭാഷ എന്താണ് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ അത് വാഗ്ദത്ത പത്രമാണ്. എന്താണ്? വാഗ്ദത്ത പത്രമാണ് പ്രോമിസറി നോട്ട്. നമ്മളോട് എപ്പോഴും ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉള്ള പരീക്ഷകളിൽ കൂടുതലായിട്ട് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രോമിസറി നോട്ട് എന്താണ്? വാഗ്ദത്ത പത്രം. അതുപോലെ റിലീസ് ഡീഡ് എന്താണ്? റിലീസ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒഴിമുറിയാണ്. ഒഴിമുറി എന്താണ്? റിലീസ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒഴിമുറിയാണ്. പവർ ഓഫ് അറ്റോർണി എന്താണ്? പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ മുക്തിയാർനാമ. എന്താണ്? പവർ ഓഫ് അറ്റോർണി മുക്തിയാർനാമ. അപ്പം പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത പത്രം. എന്താണ്? പ്രോമിസറി നോട്ട് വാഗ്ദത്ത പത്രം. റിലീസ് ഡീഡ് എന്താണ്? ഒഴിമുറി. റിലീസ് ഡീഡ് ഒഴിമുറി. പവർ ഓഫ് അറ്റോർണി എന്താണ്? മുക്തിയാർനാമ. പവർ ഓഫ് അറ്റോർണി എന്താണ്? മുക്തിയാർനാമ. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നീക്കിയിരിപ്പ്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീക്കിയിരിപ്പ്. ഓപ്പണിംഗ് ബാലൻസോ? ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ മുന്നിരിപ്പാണ്. എന്താണ്? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നീക്കിയിരിപ്പാണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ മുന്നിരിപ്പാണ്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത പത്രം. റിലീസ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിമുറിയാണ് റിലീസ് ഡീഡ്. അപ്പോൾ പ്രോമിസറി നോട്ട് എന്നാൽ വാഗ്ദത്ത പത്രം, റിലീസ് ഡീഡ് എന്നാൽ ഒഴിമുറിയാണ്, പവർ ഓഫ് അറ്റോർണി എന്താണ്? മുക്തിയാർനാമ. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കേൾക്കുന്നതാണ് അല്ലേ ഈ പവർ ഓഫ് അറ്റോർണിയുടെ കാര്യം. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ മുക്തിയാർനാമയാണ്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ നീക്കിയിരിപ്പാണ്. എന്താണ് ക്ലോസിംഗ് ബാലൻസ്? നീക്കിയിരിപ്പ്. ഓപ്പണിംഗ് ബാലൻസോ? ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് മുന്നിരിപ്പാണ്. എന്താണ് ഈ നെറ്റ് ബാലൻസ്? നെറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അറ്റ ബാക്കി. എന്താണ് നെറ്റ് ബാലൻസ്? അറ്റ ബാക്കി. ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാമെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത് അറ്റ ബാക്കി. ഈ ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും നെറ്റ് ബാലൻസും കൂടി എന്ത് ചെയ്യുക? ഒരുമിച്ച് പഠിച്ചു വെക്കുക. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നീക്കിയിരിപ്പ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നിരിപ്പ്. നെറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അറ്റ ബാക്കി. എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. എന്താണ്? അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. എന്താണ്? എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. ശരിയാണല്ലേ? എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. എന്താണ്? അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. വേർ ദർ ഈസ് എ ലൈഫ് ദർ ഈസ് എ ഹോപ്പ്. ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശരിയാണ്. വേർ ദർ ഈസ് എ ലൈഫ് ദർ ഈസ് എ ഹോപ്പ്. എന്താണ്? ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ടു ഷേക്ക് ഇൻ ഹിസ് ഷൂസ്. എന്താണ്? ഭയം കൊണ്ട് വിറയ്ക്കുക. ടു ഷേക്ക് ഇൻ ഹിസ് ഷൂസ്. ഭയം കൊണ്ട് വിറയ്ക്കുക. പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്താണ്? കൃത്യമായി രേഖപ്പെടുത്തുക എന്നാണ് പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ്? പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കൃത്യമായി രേഖപ്പെടുത്തുക. ഇൻ ദ മീൻ ടൈം. അതിനിടയിൽ. ഇൻ ദ മീൻ ടൈം. അതിനിടയിൽ. മോഡേൺ ലൈഫ് ഈസ് എ റാറ്റ് റേസ്. ആധുനിക ജീവിതം ഒരു കുൽസിത മത്സരമാണ്. എന്താണ്? മോഡേൺ ലൈഫ് ഈസ് എ റാറ്റ് റേസ്. ആധുനിക ജീവിതം ഒരു കുൽസിത മത്സരമാണ്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത പത്രം. എന്താണ്? പ്രോമിസറി നോട്ട് വാഗ്ദത്ത പത്രമാണ് പ്രോമിസറി നോട്ട്. റിലീസ് ഡീഡ് എന്താണ്? ഒഴിമുറി. റിലീസ് ഡീഡ് ഒഴിമുറി. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ മുക്തിയാർനാമ. പവർ ഓഫ് അറ്റോർണി മുക്തിയാർനാമ. ക്ലോസിംഗ് ബാലൻസ് നീക്കിയിരിപ്പാണ്. ഓപ്പണിംഗ് ബാലൻസ് മുന്നിരിപ്പാണ്. നെറ്റ് ബാലൻസ് അറ്റബാക്കിയാണ്. അപ്പോൾ എന്താണ്? ക്ലോസിംഗ് ബാലൻസ് നീക്കിയിരിപ്പാണ്. ഓപ്പണിംഗ് ബാലൻസ് മുന്നിരിപ്പാണ്. നെറ്റ് ബാലൻസ് അറ്റബാക്കിയാണ്. എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. എന്താണ്? അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. വേർ ദർ ഈസ് ലൈഫ് ദർ ഈസ് ഹോപ്പ്. ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്താണ്? വേർ ദർ ഈസ് ലൈഫ് ദർ ഈസ് ഹോപ്പ്. ടു ഷേക്ക് ഇൻ ഹിസ് ഷൂസ്. ഭയം കൊണ്ട് വിറയ്ക്കുക. ടു ഷേക്ക് ഇൻ ഹിസ് ഷൂസ്. എന്താണ്? ഭയം കൊണ്ട് വിറയ്ക്കുക. പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്താണ്? കൃത്യമായി രേഖപ്പെടുത്തുക. പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കൃത്യമായി രേഖപ്പെടുത്തുക. ഇൻ ദ മീൻ ടൈം. അതിനിടയിൽ. ഇൻ ദ മീൻ ടൈം. അതിനിടയിൽ. മോഡേൺ ലൈഫ് ഈസ് എ റാറ്റ് റേസ്. ആധുനിക ജീവിതം
ഒരു കുൽസിത മത്സരമാണ്. മോഡേൺ ലൈഫ് ഈസ് എ റാറ്റ് റേസ്. ആധുനിക ജീവിതം ഒരു കുൽസിത മത്സരമാണ്.